ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ആർക്ക്? എനിക്ക്. ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം രാവിലെ ഒന്നും ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഏകദേശം സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഡൻലി റൂംമേറ്റ് പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോയിട്ട് ഡിന്നറെങ്കിലും കഴിക്കാം. അപ്പം ലൈക്ക് ഓക്കെ, ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്ത് പോകുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ വിൽ ഓൾസോ ഡു സം ഗ്ലാം, ലൈറ്റായിട്ട് എന്തെങ്കിലും ഗ്ലാമർ ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഗെറ്റ് റെഡി വിത്ത് മീ. ലുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഇല്ലാത്ത ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇത് വെരി ലാസ്റ്റ് മിനിറ്റ് ആണ്. ഞാൻ തീരെ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ഷവർ കഴിഞ്ഞു, ജസ്റ്റ് മുടി ഒന്ന് ബ്ലോ ഡ്രൈ എന്നാണ് പറയുന്നത്, ഡിഫ്യൂസ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മുടി കുറച്ച് ഡ്രൈ ഫീൽ ചെയ്യുന്നത്. എൻഡിൽ ആസ് യു ക്യാൻ സീ ഇത് കേൾസ് ഫോം ചെയ്ത് വരുന്നേ ഉള്ളൂ. എനിക്കറിയില്ല എത്രത്തോളം വീഡിയോയിൽ അത് അറിയുന്നുണ്ട് എന്നുള്ളത്. അപ്പം സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ മുടീൻ്റെ ഒരു അവസ്ഥ പറഞ്ഞതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ക്രീം, ലിവിൻ ക്രീം ജെൽ ഒക്കെ ഇട്ടിട്ട് ഡിഫ്യൂസ് ചെയ്ത് 80% ഡിഫ്യൂസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്റ്റിൽ ഒരു ഫ്രിസ് എല്ലാം കുറച്ച് ഇപ്പോഴും ഉണ്ട്. ആസ് യു ക്യാൻ സീ കുറച്ച് കേൾസ് ഫോം ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം അതൊക്കെ ലൈക്ക് ഇവൻച്വലി സെറ്റ് ആയിക്കോളും. നമ്മൾ പുറത്ത് പോകുന്ന ടൈം ആകുമ്പോഴേക്കും ഒക്കെ റെഡി ആകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ ഞാൻ മുഖത്ത് എന്തൊക്കെ ചെയ്തെന്ന് ആദ്യം പറഞ്ഞുതരാം. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടോണർ ഡോട്ട് ആൻഡ് കീൻ്റെ വാട്ടർമെലൺ ഞാൻ അറ്റാച്ച് ചെയ്യാം. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2% സാലിസിലിക് ആസിഡ് ഫ്രം ഡെർമക്കോ. ഈ 2 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് മോയ്സ്ചറൈസർ അഗെയിൻ ഫ്രം ഡോട്ട് ആൻഡ് കീ. അവരുടെ പെപ്റ്റൈഡ് റേഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് ക്ലോസ് കാണിക്കുകയാണെങ്കിൽ എൻ്റെ സ്കിന്ന് ഇപ്പം ഞാൻ ചെന്നൈയിലാണുള്ളത്. അതുകൊണ്ട് എനിക്ക് നാട്ടിലുള്ളപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ നാട്ടിൽ നിന്ന് ഞാൻ ചെന്നൈയിലേക്ക് എപ്പോഴൊക്കെ ഞാൻ ചെന്നൈയിലേക്ക് വരുന്നുണ്ട് അപ്പം എൻ്റെ സ്കിൻ എനിക്ക് പണിയാൻ തുടങ്ങും. ചെറിയ ബംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതിന് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ 2% സാലിസിലിക് ആസിഡ് റേഞ്ച് ഇൻ ജനറൽ. സാലിസിലിക് ബേസ് വന്നിട്ടുള്ള എല്ലാ റേഞ്ചുകളും എനിക്ക് കുറച്ച് എൻ്റെ പിമ്പിൾസ് എന്ന് പറയാൻ പറ്റും. ഇത് കംപ്ലീറ്റ് ബ്രേക്ക് ഔട്ട് ആവില്ല. ചെറിയ തരി പോലും മുഖത്ത് ഇങ്ങനെ വന്നിരിക്കും. അപ്പം അതിനെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ എൻ്റെ ഭയങ്കര ബേസിക് സ്കിൻ കെയറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മേക്കപ്പ് പോവാം. ഫസ്റ്റ് തിങ് ഇസ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൈമിങ് ആണ്. ഓക്കെ, പ്രൈമർ ഇസ് സംതിങ് എനിക്ക് ഒന്ന് പൊതുവേ എസ്പെഷ്യലി ആക്നെ ഉള്ളവർ അല്ലെങ്കിൽ ലൈക്ക് കുറച്ച് പോർസ് എല്ലാം ഉള്ളവർക്ക് ഭയങ്കര ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. പോർസ് ഇല്ലാത്തവരും എല്ലാവരും യൂസ് ചെയ്യുന്ന ബേസായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവും. ഭയങ്കര സ്മൂത്ത് ഫിനിഷ് വരും. മാറ്റിഫൈ ഫിനിഷ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി സ്കിന്നുള്ളവർക്ക് പ്രോപ്പർ മാറ്റ് ഫിനിഷ് ഒന്നും വരില്ല. ബട്ട് ഇറ്റ് ക്ലിയേഴ്സ് ഔട്ട് യുവർ സ്കിൻ. നമ്മൾ ഈ അൺഈവൺനെസ്സിനെ ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം പോർസ് ഉള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ലെയറിൽ ചെറിയൊരു കുഴി പോലെ വരുന്നതാണല്ലോ. അപ്പം ഫൗണ്ടേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ കൺസീലർ ആണെങ്കിൽ വാട്ട് എവർ പ്രോഡക്റ്റ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ക്ലോഗായി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇനീഷ്യൽ പ്രൈമിങ് ആണ്. ഒരു കവറേജ് പോലെ വരുന്ന സംഭവം. സോ ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ പോർ ക്യൂർ പ്രൈമറാണ്. ഞാൻ കാണിക്കാം. പോർ ക്യൂർ പ്രൈമർ എന്നാണ് ഇതിൻ്റെ പേര്. ഇനി ഞാൻ പ്രൊഡക്ട്സ് മുഖത്ത് മാക്സിമം തേക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഇങ്ങനെ കയ്യിലെടുക്കും. എന്നിട്ട് ഐ ജസ്റ്റ് ആക്ടിവേറ്റ് ദ പ്രൊഡക്റ്റ്. കയ്യിലിങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ട് ഫുൾ അവിടെ കയ്യിൽ ബ്ലെൻഡ് ചെയ്യാന്നുള്ളതല്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് എവിടേക്കാണ് നമുക്കൊരു കവറേജ് ഫീൽ ചെയ്യേണ്ടത് ആ ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടീ സോൺ എന്ന് പറയില്ലേ, എനിക്ക് ഫോർഹെഡ്, മൂക്കിൻ്റെ അവിടെ, താടി, ചിന്നേരിയ ഇവിടെയൊക്കെ കുറച്ചൊരു അൺഈവൺനെസ് ഉള്ളൊരു ആളാണ്. അതുപോലെ ചീക്സിൻ്റെ ഏരിയ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്ചേർഡ് ആണ് എൻ്റെ സ്കിൻ അവിടെയുള്ള ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ സ്മൂത്ത് ഫിനിഷ് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ സാധനം ഈ പ്രൈമർ അവിടെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അഗൈൻ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് യു അപ്ലൈ ദ പ്രൊഡക്റ്റ് കൈ ഒന്ന് ജസ്റ്റ് വാം ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡാബ് ചെയ്ത് കൊടുക്കുക.
എക്സസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡാപ്പ് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ചല്ലേ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നുള്ളൂ. മേക്കപ്പിൻ്റെ കേസിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലെസ് ഇസ് മോർ ആണ് എനിക്ക് ഇഷ്ടം. ആൻഡ് നമുക്കൊരു കേക്കി ഫീല് വരാണ്ട് കുറച്ചും കൂടി നല്ലൊരു എന്താ പറയുക, നല്ലൊരു പ്രോപ്പർ ഫിനിഷ്, ഒരു നോർമൽ ഒരു ഡേ ടു ഡേ ലുക്കിനെല്ലാം ഒരു പ്രോപ്പർ ലുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മേക്കപ്പ് ഭയങ്കര ഫ്ലോലെസ് ആയിരിക്കും. ഫ്ലോലെസ്സിന് മേക്കപ്പ് കേക്കി ആവാണ്ടിരിക്കണം. കേക്കി ആവാണ്ടിരിക്കണം എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കണം. സ്മൂത്ത് ആവണമെങ്കിൽ, കാരണം ഈ പ്രൊഡക്ട്സ് എല്ലാം പാക്കേജിലായിട്ട് വരുന്നതുകൊണ്ട് അത് ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ചൊരു ഹീറ്റ് കൊടുക്കണമല്ലോ. പ്രൊഡക്റ്റ് കൊടുത്തതിന് ശേഷം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പേരിലെ കൂടി ഒന്ന് വാം ചെയ്തിട്ട് ഡാപ്പ് ചെയ്ത് കൊടുക്കും. അത്രയേ ഉള്ളൂ. ഫസ്റ്റ് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസീലിംഗ് ആണ്. കൺസീലിങ്ങിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന, ഞാൻ അല്ലാതെ ഇവിടെ താഴെ ഇങ്ങനെ വെച്ചിട്ടായിരുന്നു കേട്ടോ, സോറി, ഇൻസൈറ്റിൻ്റെ നോ സ്മച്ച് കൺസീലർ. കുഞ്ഞി ഒരു ബോട്ടിലാണ്, ഫോക്കസ് ആവാൻ ഉണ്ടാവില്ല, ഞാൻ സ്നിപ്പ് ഇടാം. എൻ്റെ ഷെയ്ഡ് നമ്പർ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് MN20. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡാർക്ക് സർക്കിൾ എനിക്കുണ്ട്. അപ്പം അത് എനിക്ക് ഡാർക്ക് സർക്കിൾ ഞാൻ പുറത്ത് പോകുമ്പോൾ എനിക്ക് കവർ ചെയ്യണം എന്നുള്ളത് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വേറെ എനിക്ക് ബംസ് കവർ ആയിട്ടില്ലെങ്കിൽ കുറച്ച് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഡാർക്ക് സർക്കിൾസ് കവർ ആവണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഹൈലൈറ്റും കൂടി ചെയ്യുന്നതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അല്ലേ, ഈ 3 സ്ഥലങ്ങളിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇന്നർ കോർണർ, ഒന്ന് മിഡിലായിട്ട്, പിന്നെ ഒന്ന് എൻഡിലേക്കായിട്ടും. ഇനി എൻഡ് പ്രൊഡക്റ്റിന് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുതിയ അതിഥികൾ എൻ്റെ മുഖത്ത് വന്നതുകൊണ്ട് അവരേനെ നമുക്കൊന്ന് കൺസീൽ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനെൻ്റെ ഫേസ് ഇന്നലെ രാത്രി കൺസീൽ ചെയ്ത്, സോറി എന്തല്ല ഞാൻ പറയുന്നത്, ഇന്നലെ രാത്രി ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് സ്കിന്നിന് കുറച്ച് സ്മൂതറാണ് ടെക്സ്ചർ. അല്ലെങ്കിൽ ഈ ബേബി ഹെയർസും കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പായിരിക്കും. അങ്ങനെ നെക്സ്റ്റ് കൺസീലർ നമ്മൾ അപ്പയ്ക്കപ്പം ഉറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലമ്പായിരിക്കും. അപ്പം കുറച്ചൊന്നും അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഹാൻഡ്സ് വാം ചെയ്യുക. നമ്മളെ ബാക്കി സ്കിന്നേക്കാളും അണ്ടർ ഐ സ്കിൻ കുറച്ച് തിന്നറാണ്. അതിന് നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. നമ്മളെ കണ്ണിൻ്റെ അടിഭാഗത്തുള്ള സ്കിൻ മാത്രം കുറച്ച് മെലിഞ്ഞിട്ട് തിന്നറാണ്. അപ്പം ശ്രദ്ധിച്ച്, ലൈക്ക് ഈ ഫിംഗർ, ഐ തിങ്ക് ഇറ്റ്സ് ഇൻഡെക്സ് ഫിംഗർ, അല്ല റിംഗ് ഫിംഗർ കയ്യിൽ നിന്ന് വാം ചെയ്തിട്ട് ഡാബ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അണ്ടർ ഐസിൽ. ബാക്കിയുള്ളത് ഐ വിൽ ജസ്റ്റ് നോർമലി ബ്ലെൻഡ്. എനിക്ക് ബ്ലെൻഡേഴ്സ് യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് കൈ ഉപയോഗിച്ച് ഈവൻ ഔട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഇഷ്ടം. എനിക്ക് പ്രിഫേർഡ് അതാണ്. ഇപ്പം കുറച്ച് നേരം നമ്മൾ സംസാരിക്കുന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു സൈഡ് ഇവിടെ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത് ജസ്റ്റ് ഡാബ് ഔട്ട് ചെയ്തിട്ട് വിടാം. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ പറഞ്ഞ പോലെ പഠിക്കുന്നൊരവസ്ഥയാണ് മേക്കപ്പ്. എവറി ഡേ ഇറ്റ്സ് ലേണിങ്. ഞാൻ കുറേ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും പഠിക്കും. അങ്ങനത്തെ ഒക്കെ ഒരു കാര്യമാണ് ഇപ്പം മൊത്തത്തിൽ നടക്കുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇപ്പോൾ ഈ പറയുന്ന സംഭവം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പെർഫെക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതിപ്പോൾ എനിക്കും നല്ല വൃത്തിക്ക് അറിയാം. സോ അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എവറി ഡേ പഠിക്കുന്നില്ലേ, അപ്പോൾ ഇവൻച്വലി അല്ലാണ്ട് ശരിയായിക്കോളും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെയാണ് എൻ്റെ ക്യാൻവാസായിട്ട് മാറുന്നത്. ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നൊരു മേക്കപ്പ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാവരും മേക്കപ്പ് ആർട്ടിസ്റ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നു ആദ്യം ഒരു ട്രയൽ ആൻഡ് എറർ കൂടെ പോയിട്ടുണ്ടാവുമല്ലോ. നമ്മളും ആ ട്രയൽ ആൻഡ് എറർ കൂടെ പോകുന്നു മാത്രം. പ്രിട്ടി കവേർഡ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ഓവറായിട്ട് കേക്കിനെസ് കണ്ണടയിൽ വരുന്നത് തീരെ ഇഷ്ടമുള്ള പരിപാടിയല്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. ഐ ഗെസ് ഇറ്റ്സ് നല്ലപോലെ കൺസീൽ ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഫൗണ്ടേഷൻ ഇടാനുള്ളതാണ്. ഫൗണ്ടേഷൻ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് മേബ്ലിൻ ഫിറ്റ് മീൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ആൻഡ് ഐ മീൻ ദ ഷെയ്ഡ് 310 മേബ്ലിൻ്റെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം
അഗൈൻ ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ വളരെ ഒരു കുഞ്ഞി എമൗണ്ട് എടുക്കുകയുള്ളൂ. എനിക്കങ്ങനെ ഓവർ പവർ ചെയ്യാൻ വലിയ താല്പര്യമുള്ള ഒരാളല്ല. ബിക്കോസ് ഞാൻ പറഞ്ഞു നമ്മൾ ഭയങ്കര നോർമലായിട്ടൊരു ലുക്ക് ചെയ്യുന്നത് കൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നീഡഡ് ഓൺ ദ ഫസ്റ്റ് പ്ലേസ്. അഗൈൻ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്, നമ്മളാരാ ജഡ്ജ് ചെയ്യാൻ. ഇപ്പം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നെല്ലാം പറഞ്ഞു വരുന്നവരുണ്ടാവായിരിക്കും. ഐ ഗെറ്റ് ഇറ്റ്. ഞാൻ നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, ദിസ് വർക്ക്സ്, ഇഫ് ഇറ്റ് വർക്ക്സ് ഫോർ യു യു ഡു, അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യുക, ബ്ലെൻഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കയ്യിനെ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ് ഇഷ്ടം. whatever excess I just go under my neck. കയ്യിൽ എക്സസ് വരുന്നുണ്ട്. നെക്ക് കുറച്ചും കൂടി കവർ ചെയ്യാം. സോ അഗൈൻ whatever ഞാൻ എത്രയാണോ വേണ്ടത് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി വീണ്ടും എക്സ്ട്രാ പ്രൊഡക്റ്റ് എടുത്തിട്ട് ബിൽഡപ്പ് ചെയ്യുന്നു മാത്രം. അല്ലാണ്ട് കുറേ പ്രൊഡക്റ്റ് എടുത്ത് ഉപയോഗിച്ച് എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് അലമ്പാവേണ്ട ഒരവസ്ഥ നമുക്ക് ആവശ്യമില്ലാന്നേ. പിന്നെ നമ്മൾ എപ്പോഴും സ്കിൻ കെയർ ചെയ്യുന്ന പോലെ തന്നെ മേക്കപ്പ് നമ്മളെപ്പോഴും നെക്കിന് താഴെയും ഒരേ ഷെയ്ഡ് വരാൻ വേണ്ടി നമ്മൾ ചെയ്യണം എന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെ ആ സ്കിൻ കെയറും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ കഴുത്തിൻ്റെ ഏരിയ ആണ് അത്ര കൂടുതൽ ഫസ്റ്റ് ഏജ് ആവാം. എന്തൊക്കെയോ പറയുന്നുണ്ട്, കാര്യമൊക്കെ ഉണ്ടായിരിക്കും മൈൻഡ് വരുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടെ. അപ്പോൾ ഫൗണ്ടേഷൻ പ്രൊഡക്റ്റ് ഉണ്ട് സോ കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ സൺലൈറ്റിൽ കാണുന്നുണ്ടവർക്ക് ഈ ബംപ്സ് സ്റ്റിൽ ഉണ്ട്. മൂക്ക് എനിക്ക് വലിയ സീനൊന്നും ഇല്ല അതിനെക്കൊണ്ട്. ജസ്റ്റ് ഈ അൺഈവൻനെസ് കവർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ലുക്കിൻ്റെ ഏറ്റവും വലിയൊരു. നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഐ മേക്കപ്പ്. ഞാൻ മേക്കപ്പ് പഠിക്കുന്നത് തൊട്ടിട്ട് ഇപ്പോഴാണെങ്കിലും ശരി പല സ്റ്റെപ്പുകളും ചിലപ്പോൾ ഇംപെർഫെക്റ്റ് ആയിരിക്കും, നമ്മൾ ചെയ്യുന്നതിൽ പുറത്തേറ്റുണ്ടാകും. അതൊക്കെ എങ്ങനെയുണ്ടെങ്കിലും ഐ മേക്കപ്പ് പ്രോപ്പറായി കഴിഞ്ഞാൽ ഞാനൊരു പ്രത്യേക ഭംഗിയാണ്. അത് അഗ്രി ചെയ്യുന്ന തരത്തിലൊക്കെ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഐലാഷ് കേർലിംഗ് ആണ്. എത്ര ഉറക്കം തൂങ്ങിയിരിക്കുന്ന മുഖമാണെങ്കിലും ഒരു 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 ഉണർവ് തോന്നും അത് ചെയ്ത് കഴിഞ്ഞാൽ. സോ നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്. 1 സെക്കൻഡ്. ദിസ് ഈസ് ദാറ്റ് ഐലാഷ് കളർ തിങ്ങി. കാണുമ്പോൾ കുറച്ച് പേടി തോന്നുമായിരിക്കും, പക്ഷേ എളുപ്പമാണ്. എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് പേടിപ്പിക്കുന്ന രീതിയിലായിരിക്കും. ഇറ്റ്സ് ഓക്കെ. ഐലാഷസിന് അങ്ങനെ ഞാനൊരു കപ്പിൾ ഓഫ് പ്രസ്സസ് 1 2 3 ദെൻ പതുക്കെ റേസ്. അപ്പോൾ ഐലാഷസ് കുറച്ചും കൂടി ലിഫ്റ്റഡ് ആയി തോന്നും. നെക്സ്റ്റ് ഈ കണ്ണ് ലൈക്ക് ഇങ്ങനെ നടക്കുക. 1 2 3 ഇടുക. നോട്ട് ബാഡ്. അത് എത്രത്തോളം വീഡിയോയിലെല്ലാം മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ എനിക്കെന്തായാലും മനസ്സിലാവുന്നുണ്ട്. കാരണം ഉറക്കം തൂങ്ങിയിരിക്കുന്ന മുഖത്ത് നിന്ന് കുറച്ചൊരു ഉണർവ് തോന്നിയല്ലോ. അങ്ങനെ ഇനി ഐ മേക്കപ്പിലേക്ക് നമുക്ക് പോവാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ സാധനോട് ആക്കിയിട്ട്. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബാക്ക് ടു ബേസിക്സ് ബൈ മാർസിൻ്റെ പാലറ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതാണ്. ഇത് ഭയങ്കര ബേസ് ടോൺസ് വരുന്ന പാലറ്റാണ്. ഡെയിലി വെയർസ് അല്ലെങ്കിൽ നോർമൽ മേക്കപ്പ് പ്രത്യേകിച്ച് അങ്ങനെ ഇവൻ്റ് ഒന്നും ഇല്ല, ബട്ട് സ്റ്റിൽ യു വോണ്ട് പോപ്പ് ഈ പാലറ്റ് ഇസ് എ വെരി ഹാൻഡി തിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാലറ്റ്. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് കളർ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ബേസ് കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കൺസീൽ ചെയ്താലും ഒരു അൺഈവൺനെസ് ഉണ്ടാവും കണ്ണിന്. നമ്മളെ കണ്ണിന് നോർമൽ സ്കിന്നേക്കാൾ കുറച്ച് അൺഈവൺ ആയിരിക്കുമല്ലോ കളർ. അത് ഈവൻ ടോൺ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ബേസ് കളർ കൊടുക്കുക. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ മുകളിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഒരേ ടോണിലായിരിക്കും 2 കണ്ണ് വരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അത്ര എന്ത് ചെയ്യണത് ബേസ് ടോൺ ചെയ്യുന്നത്. സോ നമുക്കത് ഫസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഈ ബ്രഷ്, യെസ് ദിസ് ഈസ് ദ കൈ. സോ ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ദിസ് ഷെയ്ഡ്. ഇതാണ് ഞാൻ എൻ്റെ ബേസ് ആയിട്ട്
യൂസ് ചെയ്യാൻ പോകുന്നത്. ഇന്നർ കോർണേഴ്സ് ഔട്ടർ കോർണേഴ്സ് ഒരേപോലെ ബ്ലെൻഡ് ചെയ്യാൻ എന്ത് ചെയ്യുക, ശ്രമിക്കുക. ബ്ലെൻഡിങ് എന്നുള്ളത് ഒരു വല്ലാത്തൊരു കലയാണെന്നുള്ളത് അത് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനും പഠിക്കണേ ഉള്ളൂ. നമ്മൾ പഠിച്ച് അങ്ങനെ ശരിയാവുക. എന്നെ സംബന്ധിച്ച് പുരുകത്തിൻ്റെ മേൽഭാഗം അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു പിഗ്മെൻറ്റഡ് ആണ്. പുരുകത്തിൻ്റെ അവിടേക്ക് പോകുന്ന ഈ ഒരു എന്തായാലും പറയാമെന്ന് എനിക്കറിയാൻ പാടില്ല, ഈ ഒരു സ്ഥലം. ഈ എക്സസ് കൂടി ഡാബ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഓവർ പ്രൊഡക്റ്റ് ആയി പോകും, നമ്മളെ കയ്യിൽ നിന്ന് പോയി പോകും. പിന്നെ ഒന്നാകെ കളയേണ്ട ഒരവസ്ഥ വരും. കാരണം ആദ്യം ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, ഒറ്റയടിക്ക് സ്വൈപ്പ് ചെയ്യണം. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ കൂടുതൽ പ്രൊഡക്ട്സ് കണ്ണിൽ വരും. പിന്നെ ഇത് എന്താ ചെയ്യേണ്ടത് അറിയണമെന്ന് നിൽക്കും. അതിന് നല്ല എന്ത് ചെയ്യുക, തട്ടിക്കളയാം. ഞാൻ സെയിം ഇതാണ് ഉപയോഗിക്കുന്നത്, മാറ്റിയിട്ടൊന്നുമില്ല. ഞാൻ സ്റ്റിൽ ബിൽഡപ്പ് എനിക്ക് ഓക്കെ തോന്നുന്നവരെ ഞാൻ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. ഒരു ഈവൻ ടോൺനെസ് എനിക്കറിയാൻ പാടില്ല എത്രത്തോളം ഇത് ക്യാമറ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ എന്നെല്ലാം ഞാൻ കാട്ടുന്നതെന്ന് തോന്നും. ഇനിയാണ് നമ്മൾ മെയിൻ ഇതിൻ്റെ യൂസ് പറയാൻ വന്നത്. ഞാൻ വിചാരിക്കുന്ന ലുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ കോർണർ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡും ഇന്നർ കോർണർ ലൈക്ക് ഡബിൾ ഡാർക്ക് ഷെയ്ഡ്. ഇന്നർ കോർണറിലും ഔട്ടർ കോർണർ ഡാർക്ക് ഷെയ്ഡിങ്, സെൻറ്ററിൽ കുറച്ചൊരു ഗ്ലിറ്ററി, അതാണ് വിചാരിക്കുന്നത്. സോ അതിന് ഫസ്റ്റ് നമുക്ക് ഇന്നർ കോർണറിൽ നിന്ന് ഔട്ടർ കോർണറിലേക്ക് പോവാം. ഔട്ടറിൽ നിന്ന് ഇന്നറിലേക്ക് പോയി കഴിഞ്ഞാലും പണി കിട്ടും. ബിക്കോസ് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്തിന് റിസ്ക് എടുക്കണം, വേണ്ട. അപ്പോൾ നമ്മൾ ഈ ഷെയ്ഡ് ഇതാ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മൾ എന്ത് ചെയ്യണത് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ഒന്ന് ബ്രഷിൽ കൊടുത്തിട്ട് ബാക്കി ഞാൻ ഫിംഗേഴ്സിനോട് തന്നെയാണ് ചെയ്യുക കേട്ടോ. കൈ കൊണ്ട് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു വരുന്നതോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്കതാണ് ഇഷ്ടം, എനിക്കതാണ് കംഫർട്ടബിൾ. ഫസ്റ്റ് ബിൽഡപ്പിനും, അതായത് ഫസ്റ്റ് ബേസ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ഇന്നർ കോർണർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി മാത്രമേ അധികം ബ്രഷ് യൂസ് ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഫിംഗേഴ്സിലെത്തിക്കും. What we gonna do? Bear with me guys. ഇത് കുറച്ച് പണി പിടിച്ച പരിപാടിയാണ്. അപ്പം ആരെങ്കിലും വന്നാൽ ചോദിക്കും ഇതൊക്കെ വല്ല ആവശ്യമുണ്ടോ. ഞാൻ കുറേ കേൾക്കുന്നുണ്ട്. ഞാനിപ്പം ഇന്നിപ്പോൾ റെഡി ആയിട്ട് ഇത്ര സമയം എടുത്തു എന്നല്ല ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആദ്യം വന്ന് പറഞ്ഞു തരുമോ ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ. ആവശ്യമുണ്ട്, ഞങ്ങൾക്കിത് ആവശ്യമുണ്ട്. ഇനി അതിനെ കോട്ട് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ഞാൻ ഈ ഓറഞ്ച് ഷെയ്ഡും കൂടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ടു ഗിവ് ദാറ്റ് പോപ്പ് ലുക്ക്. മേക്കപ്പ് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അത് ആ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മേക്കപ്പ് ചെയ്യാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഡോണ്ട് ജഡ്ജ് ദ പീപ്പിൾ ഹു ആർ ഡൂയിങ് മേക്കപ്പ്. അവർക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണുള്ളത് കൊണ്ട് അവർ ചിലവർക്ക് മേക്കപ്പ് തെറപ്പിയാണെന്നെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് തെറപ്പിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രോസസ്സ്, മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചെയ്യുക എന്നുള്ളത് ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നർ കോർണർ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഔട്ടർ കോർണറിന് ഈ സംഭവം യൂസ് ചെയ്യുക. ഈ ഒരു ബ്ലാക്ക് അണ്ടർ ടോൺ വരുന്ന ഒരു ഷെയ്ഡാണ്. ഇതെന്തെന്ന് വെച്ചാൽ ജസ്റ്റ് യു ക്യാൻ സീ വല്ലാണ്ട് കൊടുത്തിട്ടൊന്നുമില്ല, കുറച്ച് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ലാസ്റ്റ് ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്യും. സോ നോ വെരീസ്, ഇവൻച്വലി ബ്ലെൻഡ് ആയിക്കോളും. കണ്ടോ, ഓറഞ്ചിൽ നിന്ന് ഇവിടെ ഞാൻ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കിഷ് അല്ല, സോറി, ഡീപ്പ് ബ്രൗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡാണിത് വരുന്നത്. അങ്ങനെ കണ്ടോ, ഓറഞ്ചിൻ്റെ ഇപ്പോഴത്തെ ഞാൻ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ ഞാൻ വിചാരിക്കുന്നത് ഈ കോറൽ, ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ, ഈ ഷെയ്ഡ് കൊടുക്കാൻ വിചാരിക്കുന്നത് കോറൽ.
ഓക്കെ, ഇത് എന്ത് ചെയ്യുക, സെൻറ്ററിൽ കൊടുക്കുക. I like it. I like it. നെക്സ്റ്റ് സെൻറ്ററിൽ കൊടുക്കുക എന്നുള്ളതാണ്. സെൻറ്ററിൽ ഞാൻ ഈ കോറൽ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ദിസ് വൺ കോറൽ ഷെയ്ഡ്. അതെന്ത് ചെയ്യുക, സെൻറ്ററിൽ കൊടുക്കുക. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യുക, അപ്പുറത്തെ കണ്ണിലും ഇൻ ബിറ്റ്വീൻ ഈ ട്രാൻസിഷൻ ഷെയ്ഡിൻ്റെ നടുവിലായിട്ട് കൊടുക്കുക. അതായത് ഓറഞ്ച്, ഇവിടെ ഒരു ഡീപ്പ് കളർ അതിൻ്റെ നടുവിലായിട്ട് കൊടുക്കുക. ഓക്കെ, you can see I hope you can see. എൻ്റെ കണ്ണ് അടച്ചിട്ടുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ. ഓക്കെ, എനിവേസ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഇനി എന്ന് പറഞ്ഞാൽ ബ്ലെൻഡിങ് ആണ്. ബ്ലെൻഡിങ്ങിന് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത ബ്രഷിനെ കൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, ഓവറായിട്ട് ചെയ്യരുത്. ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ഫീൽ ഉണ്ടേന്, എന്നാൽ അധികമായിട്ടുമില്ല. ഇത് ഇനി ഞാൻ ഐലൈനർ ചെയ്യുന്നുണ്ടാവില്ല, അപ്പം ജസ്റ്റ് എന്താ പറയുക, അഗെയിൻ ഈ ബ്രഷ് കൊണ്ട് തന്നെ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നതിന് ഞാൻ എന്ത് ചെയ്യും, അടിയിലൊന്ന് കൊടുക്കുക. കാരണം ഞാൻ മസ്കാര മാത്രമേ ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ഓവർ ബോട്ട്. എല്ലാം കൂടിയിട്ട് കണ്ണിന് പണിയായിട്ട് അവസ്ഥയായിരിക്കും, ഭയങ്കരമായാലും പ്രശ്നമാണ്. സോ കണ്ണ് ഞാൻ എത്ര ചെയ്യുന്നില്ലൂ. ഐ ഹാവ് എ ട്രാൻസിഷൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് മസ്കാര. ഈ സംഭവം ഇസ് ബ്യൂട്ടിഫുൾ. അത് കണ്ടുപിടിച്ച ആളോട് എനിക്ക് നന്ദി മാത്രമേ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വെച്ചു ദീപേ, കിട്ടി. ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന മസ്കാര ഇസ് ഡബിൾ ട്രബിൾ ബൈ മാസ്. കാണുന്നുണ്ടാ, ഫോക്കസ് ആവുന്നുണ്ടാ? ആയി. ഇനി മസ്കാരയെ പറ്റിയില്ലേ പറഞ്ഞിരുന്നത്. മസ്കാര കണ്ടുപിടിച്ച ആൾക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം മസ്കാര കണ്ടുപിടിച്ചത് കൊണ്ട് നമുക്ക് ഉറക്കം തൂങ്ങിയ മുഖങ്ങൾക്ക് ഉണർവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഉപയോഗിക്കുന്നവർക്ക് അഗെയിൻ അതിനെ പറ്റിയിട്ട് മനസ്സിലാവുള്ളൂ. നമ്മൾ ഉറക്കം തൂങ്ങി പോവുകയാണെങ്കിലും വെറുതെ ഒരു മസ്കാരയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വാഹോ ബ്യൂട്ടിഫുൾ എന്ന് ആൾക്കാർ പറയും. സോ ഇതിൻ്റെ ലെങ്ത്, ഇതിന് 2 യൂസസ് ഉണ്ട്. വോളിയം എൻഹാൻസറും ഉണ്ട്, അതുപോലെ തന്നെ ലെങ്ത് എൻഹാൻസറും ഉണ്ട്. ഞാൻ റൈറ്റ് നൗ വോളിയം എൻഹാൻസർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഓപ്പൺ ദി ലിഡ്. നമ്മൾ ഓൾറെഡി ലാഷ് ലിഫ്റ്റ് ചെയ്തതുകൊണ്ട് നല്ല ഭംഗിയിൽ നിൽക്കും. കാണിച്ചിട്ടെ നോക്കൂ. 1 2 3 4 ഒറ്റ കോട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. ആ കോട്ടിന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യാമെന്ന് മാത്രം. എനിക്ക് ഡബിൾ കോട്ട് ചെയ്യുന്നത് വലിയൊരു ഇഷ്ടമുള്ള പരിപാടിയല്ല. കണ്ടോ, ഡിഫറൻസ് ഇസ് ഗുഡ്. ഇസ് ബ്യൂട്ടിഫുൾ അല്ലേ? ഓക്കെ, ഇറ്റ്സ് ക്ലിയർലി വിസിബിൾ. ഈ കണ്ണ് കുറച്ചും കൂടി ഭയങ്കര വൈഡ് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ എൻ്റെ ലാഷസ് ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടുണ്ട്. ഇതിന് കൂടുതൽ എന്ത് വേണം? ഒന്നും വേണ്ട. സോ അഗൈൻ സെക്കൻഡ് സ്വൈപ്പ്. മസ്കാരനെ വല്ലാണ്ട് എന്താ പറയുക, ഓവർഡോസ് ചെയ്യാണ്ടിരിക്കുക. മസ്കാരയിൽ ഓവർ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ സ്വൈപ്പ് ചെയ്ത് കളയുക. വീണ്ടും എയർ ഇതിനുള്ളിൽ കയറാറുണ്ട്. കയറിക്കഴിഞ്ഞാൽ പണി കിട്ടും, വേഗം കട്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് നമുക്ക് പിന്നെ ഉപയോഗിക്കണ്ടേ. കണ്ടോ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സോ ഐ മേക്കപ്പ് ഇസ് ഡൺ. ഞാൻ പറഞ്ഞല്ലോ, മേക്കപ്പ് ഞാനും പഠിച്ചു വരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറവുകളെല്ലാം ഉണ്ടാവും. ബട്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആകുന്നു. എൻ്റെ കണ്ണിൻ്റെ ട്രാൻസിഷൻ മേക്കപ്പ്, അതുപോലെ തന്നെ ലാഷ് മേക്കപ്പ്. ഞാൻ കണ്ണ് ഇത്രേ ചെയ്യുന്നുള്ളൂ, ഞാൻ കൂടുതൽ ചെയ്യാൻ പോകില്ല. ഇനി ഇതിൻ്റെ ഏറ്റവും ഫുൾ ഫേസ് മേക്കപ്പ്. നമ്മളിനിയിപ്പോൾ ഒന്നും ചെയ്യാണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ആളിട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഈ മേക്കപ്പ് ഇട്ടറല്ലേ വന്നിട്ടത്. ആ കൾപ്രിറ്റിനാണ് പറയാൻ പോകുന്നത്. ഇറ്റ്സ് ലിപ്സ്റ്റിക്. സോ ലിപ്സ്റ്റിക്കിന് മുന്നേ ഞാൻ ലിപ് ലൈനർ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ബിക്കോസ് ഐ ലവ് ലൈനിങ് മൈ ലിപ്സ്, ഇഫ് ദാറ്റ് മേക്ക് സെൻസ്. സോ അഗെയിൻ ഞാൻ കുറേ മാഷിൻ്റെ പ്രൊഡക്ട്സ്
യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായത്. ഞാൻ മാഴ്സിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് 10 എക്സോട്ടിക് ബ്രൗൺ. എനിക്ക് മനസ്സിലാവാത്ത വേറൊരു കാര്യമുണ്ട്. 1 സെക്കൻഡ് കയറിക്കട്ടെ. ഈ ലിപ് ലൈനേഴ്സിന് ഭയങ്കര സെക്സി നെയിംസ് ആയിരിക്കും. എനിക്കറിയാൻ പാടില്ല എന്തുകൊണ്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് അഗ്രി ചെയ്യുന്നുണ്ടോ പറയുന്നത് കേട്ടോ. കുറച്ച് ലൈക്ക് ഭയങ്കര ക്യാച്ചി, ഭയങ്കര ഒരു സെൻഷ്വൽ സെക്സി വൈബ് ആയിരിക്കും ലിപ് ലൈനേഴ്സ് ഉണ്ടാവുക. സോ ഇനി ലിപ്പ് നിങ്ങൾ എന്ത് തരം സ്മച്ച് പ്രൂഫ് ആണെങ്കിലും അല്ലെങ്കിൽ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണെങ്കിലും എന്ത് ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുകയാണെങ്കിലും അത് ലോങ് ലാസ്റ്റിക് ആവണമെങ്കിൽ ലിപ് ലൈനേഴ്സിന് നിങ്ങൾ ഉള്ളിൽ ഫില്ല് ചെയ്യുക ഫസ്റ്റ്, ലൈക്ക് ദിസ്. ഒരു ഇനീഷ്യൽ കോട്ട് എന്ന രീതിയിൽ യു ക്യാൻ ജസ്റ്റ് ഡു ഇറ്റ്. ഞാൻ ഓവർലൈൻ ചെയ്യാറില്ല, ബട്ട് ഐ ഹാവ് ഹേർഡ് ഓവർലൈനിങ് ഇസ് ഗ്രേറ്റ്. ഐ ഹാവ് ടു ട്രൈ. ഞാനിപ്പോൾ ആ റിസ്കിൽ നിൽക്കുന്നില്ല, ബിക്കോസ് നമുക്ക് പുറത്ത് പോകാനുണ്ട്. എങ്ങാനും ഓവർലൈനിങ് എനിക്ക് സൂട്ടാവുന്നില്ലെങ്കിൽ അത് മായ്ക്കുന്ന ടൈമൊന്നും എനിക്കില്ല. സോ ജസ്റ്റ് ഐ ഹാവ് ഡൺ ദ ബേസ്. ഇറ്റ്സ് ജസ്റ്റ് ലൈൻ ചെയ്തിട്ട് ഞാനത് ലിപ്സ് ഫിൽ ചെയ്തിട്ടുണ്ട്, അത്രേ ചെയ്യുള്ളൂ. ഇനി ഇങ്ങനെ മാറ്റി വെക്കട്ടെ. ലിപ്സ് ഫില്ല് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ലിപ്സ് മിക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ലിപ്സ്റ്റിക്സിനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ സിംഗിൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോകുന്നത് ഭയങ്കര റെയറാണ്. ഞാൻ എപ്പോഴും ഒന്നിൻ്റെ മേലെ ഒന്ന്. ലിപ് ലൈനേഴ്സ് മേ ബി ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ 2 ലിപ്സ്റ്റിക്സ് മിക്സ് ചെയ്യും. സോ ഇന്ന് ഞാൻ മിക്സ് ചെയ്യാവുന്ന ലിപ്സ്റ്റിക്സ് ഞാൻ കാണിച്ചു തരാം. ദീസ് 2 ഗൈസ്, 1, 2. ബന്ധമില്ലാത്ത 2 ബ്രാൻഡ്സാണ്, പക്ഷേ ഒന്ന് സ്മാൾസിൻ്റെ ലിപ് ക്രയോൺ ആണ് അതിൻ്റെ പേര്, ഗേൾ പവർ. അതൊന്ന്. ആൻഡ് ഫേൻ്റെ ലിപ് വിപ്പ്. ഐ ലവ് ഫേ. മാഴ്സിന് ഇഷ്ടമല്ല എന്നല്ല, മാഴ്സിൻ്റെ ലിപ് ക്രയോൺസ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് എനിക്ക് മാഴ്സിൻ്റെ റേഞ്ചിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കളറാണ് ഗേൾ പവർ എന്ന് പറയുന്നത്. ഈ ഫേൻ്റെ എന്തുകൊണ്ടാണ് ഇഷ്ടം? ഫേ ഇസ് വെരി ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ലിപ്സ് ഡ്രൈ ആവില്ല ഫേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അത് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യമാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഗോഡ്, സേഫ് വുഡ്. സേഫ് വുഡ്. ഞാൻ ഇതൊക്കെ എസ്തെറ്റിക്കായിട്ട് പറഞ്ഞെന്നുണ്ട്, പക്ഷെ നടക്കണ്ടേ. ഫസ്റ്റ് ഞാൻ മാഴ്സിൻ്റെ ഈ ഗേൾ പവർ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യു ജസ്റ്റ് ഗോ വിത്ത് ഇറ്റ്. ഇതൊരു പ്രിട്ടി ന്യൂഡാണ്, ഓറഞ്ച് ടിൻറ്റ് വരുന്നൊരു ന്യൂഡാണ്. ആൻഡ് ഐ ലവ് ന്യൂഡ്സ്. ഇന്ത്യൻ സ്കിൻ ടോൺ എല്ലാവർക്കും അറിയാലോ, ന്യൂഡ്സ് ഇസ് ദ ഫസ്റ്റ് ഗ്രേറ്റസ്റ്റ് തിങ് കണ്ടുപിടിച്ചതിൽ. കാരണം നമ്മളൊരു ബ്രൗൺ മിക്സ് ടോൺസ് ആണല്ലോ എല്ലാവർക്കും ഉള്ള അധികം. അപ്പം ന്യൂഡ് ഷെയ്ഡ്സിൽ ഈ ബ്രൗൺസിൽ വരുന്ന ന്യൂഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിങ്കിനൊക്കെ കൂടുതൽ ഇഷ്ടം ബ്രൗൺ ആണ് ലിപ്സ്റ്റിക്സിലുള്ളത്. സോ എനിക്ക് കൂടുതലുള്ളതും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഷെയ്ഡ്സാണ്. ഞാനിപ്പം അത് ലിപ്സ് ഫസ്റ്റ് ടോൺ ആഡ് ചെയ്തിട്ട് ക്രയോൺ ആയതുകൊണ്ട് തന്നെ അത് ഓവർ പവർ ചെയ്ത് കാണിക്കില്ല. ഇങ്ങനത്തെ ലിപ് ക്രയോൺസിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ബിൽഡപ്പ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ സിംഗിൾ ഒരു സ്ട്രോക്കിൽ നമുക്ക് നിർത്താനും പറ്റും. നമുക്ക് എന്താണോ വേണ്ടത് നമ്മൾ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അടുത്ത ലിപ് വിപ്പ്. ഇത് ഞാൻ കുറച്ച് ചിലപ്പോൾ അത് കൂടെ ആയിരിക്കും, ബിക്കോസ് നമ്മളിന്ന് ഡിന്നറിനാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആസ് യു ക്യാൻ സി ഞാൻ ഉള്ളിലാണ്, ഞാൻ ഫുള്ളായിട്ട് സ്ട്രോക്ക് ചെയ്തിട്ടില്ല. ഈ ടോപ്പിലും ബോട്ടമിലും മാത്രം ജസ്റ്റ് ആഡ് ചെയ്തിട്ട് അതിന് ബ്ലെൻഡ് ചെയ്യുക മാത്രം ചെയ്തിട്ടുള്ളൂ. സോ ദാറ്റ് മറ്റേ ഓറഞ്ചിഷ് ബ്രൗൺ ടിൻറ്റ് വരുന്ന ആ മാഴ്സിൻ്റെ അതിനൊന്ന് പോപ്പപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അതാണ് ലിപ്പ്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ള ഐബ്രോസ്. ഓക്കെ,
മൈക്രോ പ്രിസിഷൻ ബ്രൗ പെൻസിൽ ബൈ മാർസ്. ഓക്കെ, എനിക്ക് ഓൾറെഡി കുറച്ച് തിക്ക് ബ്രൗസാണ് ഉള്ളത്, അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇത് അതിൻ്റെ സ്പൂലി എന്ന് പറയുന്ന സാധനമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുക, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് അടിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് എൻഡിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ സ്ട്രോക്കർ ഉണ്ട്, സ്ട്രോക്ക് ചെയ്യുന്ന ഒരു ചെറിയ ടിപ്പേഴ്സ് അതുകൊണ്ട് ഇതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ അടുത്തേക്ക് വരണം. എനിക്ക് കുറച്ച് ഫില്ല് ചെയ്യാനുള്ള ബ്രോസ് മാത്രം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്, അധികമൊന്നുമില്ല. ജസ്റ്റ് ഭയങ്കര ലൈറ്റായിട്ട് സ്ട്രോക്സ് വരയ്ക്കാം, അധികമൊന്നും ചെയ്യില്ല. ജസ്റ്റ് എക്സ്ട്രാസ് മാത്രം, ഫില്ലിങ് മാത്രം ചെയ്യാം. ഇനി ബാക്ക് ടു സ്പൂലി. ഇപ്പോൾ ഈ വരച്ചതിന് എന്ത് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക. ഞാൻ ഓവർഡു ചെയ്യാറില്ല, കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്ക് തിക്ക് ബ്രൗസ് ആണെന്നുള്ളത്, പിന്നെ ഉള്ളതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിനെ കൊണ്ട് ഉപയോഗമുള്ളൂ. സോ ബ്രൗസ് ഇസ് ഡൺ. നെക്സ്റ്റ് അടുത്ത എൻ്റെ ഫേവറേറ്റ് പാർട്ട്, എവിടെ, പ്ലഷ്. അഗൈൻ മാർസിൻ്റെ ആണ് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ്, ഓൾറെഡി യൂസ്ഡ് ആണ്. ഇറ്റ്സ് കോറൽ ഷെയ്ഡ് നമ്പർ 02 ആണ് കേട്ടോ, 02 ആണ്. സോ ഇറ്റ്സ് ബ്ലഷ് ഇസ് സംതിങ് ഐ ജസ്റ്റ് ലവ്. ഞാൻ ഓഫീസിൽ പോവാണെങ്കിലും ഞാൻ ഇത്രയൊന്നും ചിലപ്പോൾ ചില ദിവസം ചെയ്യുന്നേ ഉണ്ടാവില്ല, ബട്ട് ഐ ഡു ലിപ് ബാം. ഞാൻ ലിപ് ബാം ഇട്ടും ബ്ലഷ് ഇടും. ബ്ലഷ് അഗൈൻ ഐ ലൈക്ക് ടു ഡു വിത്ത് മൈ ഫിംഗേഴ്സ്, കുറച്ച് മുക്കിൽ തലപ്പത്ത്. നെക്സ്റ്റ് തിങ് ഈസ് ബ്ലെൻഡ്. കുറച്ച് അധികമല്ലേ ചേട്ടാ എന്നെല്ലാം ചോദിക്കുന്നവർക്ക്, ഞാൻ അങ്ങനെ ബ്ലഷ് ബ്ലൈൻഡ് ആവാൻ ശ്രമിക്കാറില്ല. ചില ദിവസങ്ങളിലൊക്കെ ബ്ലഷ് ബ്ലൈൻഡ് ആയി പോകും, ബട്ട് ഐ ലവ് ബ്ലഷ്. ബ്ലഷ് മേക്സ് എവറിത്തിങ് ബെറ്റർ. കാരണം നമ്മൾ ഭയങ്കര ഒരു ഫ്രഷ് ലുക്ക് വരും മുഖത്തിന്, വിച്ച് ഐ ലവ്. ഞാൻ ഈ ടെമ്പിൾ എന്നല്ലേ ഇനി പറയാം, ആ സംഭവത്തിന് അത് പുരുകത്തിൻ്റെ അതുവരെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകും. ഞാൻ എപ്പോഴും അങ്ങനെ ബ്ലഷ് ഇസ് സംതിങ് ഐ ഡോണ്ട് അവോയ്ഡ്. ഐ ജസ്റ്റ് നോ ഐ റിയലി ലൈക്ക് എ ബ്ലഷ്. എനിക്ക് കുറേ ബ്ലഷ് ഉണ്ട്, ഞാൻ ബ്ലഷിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻ്റെ അമ്മ എന്നെ ഭയങ്കരമായി ചീത്ത പറയുന്ന സംഭവമാണ്. കാരണം ലിപ്സ്റ്റിക്കിനെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഐ ഹാവ് മോർ ബ്ലഷ്. ആസ് യു ക്യാൻ സീ ഇറ്റ്സ് സോഫ്റ്റ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്, പക്ഷേ കുറച്ച് ഫുള്ളർ ലുക്കായിരിക്കും, ഭയങ്കര ഒരു ഫ്രഷ് ലുക്കായിരിക്കും. ഇതെല്ലാം ഒരൊറ്റ പ്രൊഡക്റ്റ് മതി, വിച്ച് ഇസ് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ്. വെറും ബ്ലഷിനേക്കാൾ കൂടുതൽ ഞാൻ പറയും യു ഷുഡ് ഇൻവെസ്റ്റ് മോർ ഓൺ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ്, സോ ദാറ്റ് ഇപ്പം ഒന്നും മേക്കപ്പ് ഒന്നും വേണ ദിവസമാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ആഡ് സം ടിൻറ്റ് ഓൺ യുവർ ലിപ്സ് ആൻഡ് ചീക്സ്, ഗുഡ് ടു ഗോ. അപ്പം ഇതാണ് എൻ്റെ മൊത്തത്തിൽ ഒരു ലുക്ക് വരുന്നത്. ഇറ്റ്സ് വെരി വെരി സോഫ്റ്റ് ഗ്ലാമാണ്, പ്രത്യേകിച്ച് ഒന്നും ഇല്ല. യു ക്യാൻ സീ കുറച്ച് ഐ മേക്കപ്പ് ഉണ്ട്, ആൻഡ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ വെച്ചാൽ ഉണ്ട്, പക്ഷേ ഞാൻ ഓവർഡു ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ദിസ് ഇസ് ദ എൻറ്റയർ ലുക്ക്. ഇറ്റ്സ് വെരി വെരി സോഫ്റ്റ്, വെരി ലൈറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡെയിലി നോർമലി ട്രാവൽ ചെയ്യാൻ പോകുമ്പോഴെല്ലാം, അല്ലെങ്കിൽ നോർമലി ഒരു പുറത്ത് വെറുതെ ഡിന്നറിനോ അല്ലെങ്കിൽ ലഞ്ചിനോ പോവുകയാണെങ്കിൽ ദിസ് ഇസ് ഹൗ ഐ ലൈക്ക് മൈസെൽഫ്. എനിക്ക് എങ്ങനെ മേക്കപ്പ് ഇട്ട് പോകാനാണ് ഇഷ്ടം. മേക്കപ്പ് ഇടാൻ ഇഷ്ടമാകുമ്പോൾ ഐ ജസ്റ്റ് മോസ്റ്റ്ലി ഗോ. ഐ മേക്കപ്പിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും, റെസ്റ്റ് ഇസ് മോസ്റ്റ്ലി സെയിം. ആൻഡ് അബൌട്ട് മൈ കേൾസ് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുണ്ട്. ആസ് യു ക്യാൻ സീ കുറച്ച് കേൾ പാറ്റേൺസ് വന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ നോർമലി ഉണ്ടാകുന്ന ഒരു ഫുള്ളർ കേൾ ലുക്കിലേക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ചെന്നൈയിൽ നല്ല മഴയായിരുന്നു. മഴ പെയ്യുന്ന സമയത്ത് മൊത്തം എൻ്റെ റൂട്ട്സ് ഡ്രൈ ആയിട്ട് ഭയങ്കര ഫ്ലാറ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ പിന്നെ ഡേ 1 കേൾസും കൂടി ആയതുകൊണ്ടാണ് കുറച്ചും കൂടി ഒന്ന് റൂട്ട്സ് ഉണങ്ങാനുണ്ട്. ലൈക്ക് 80% ഡ്രൈ ആയിട്ടുള്ളതല്ല പറയാം, ചില ഏരിയാസ് ഇനി ഉണങ്ങാനുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി. പക്ഷേ ബോട്ടം എൻഡ്സ്
ക്വൈറ്റ് നല്ലപോലെ വന്നിട്ടുണ്ട് ആസ് യു ക്യാൻ സീ. അപ്പോൾ എത്രയേ ഉള്ളൂ എൻ്റെ ലുക്ക്. ഐ റിയലി ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ദിസ് ഈസ് മൈ എൻറ്റയർ ബർത്ത്ഡേ ലുക്ക് ഫോർ ടുഡേ. അപ്പോൾ ഞാൻ പോയിട്ട് ഡിന്നറെല്ലാം കഴിക്കട്ടെ, ഉഷാറാവട്ടെ, കുറച്ച് ഫ്രണ്ട്സിനെ കൂടി ചില്ല് ചെയ്തിട്ട് വരാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ് about today's video. This is my entire look. I hope you like this video. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്തെങ്കിലും മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്സ് ഓഫ് വീഡിയോസാണ് കാണുന്നുള്ളത് പ്ലീസ് ടു കമൻറ്റ്, സോ ദാറ്റ് എനിക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Ta-da!